ഇപ്പോൾ കനലെറിയുന്ന ആശങ്കകളാണ്. കുറച്ചു കാലമായി കനത്ത കാറ്റിൽ ഉലയുന്ന തോണി പോലെയാണ് ബ്രസീൽ എന്ന സാമ്രാജ്യം. പഴയ പ്രതാപത്തിന്റെ നിഴൽ തേടി അവർ അലയുന്നു. പക്ഷേ യഥാർത്ഥ ആരാധകൻ പ്രാർത്ഥിക്കുന്നത് വെറുമൊരു വിജയത്തിനല്ല, അതൊരു വമ്പൻ തിരിച്ചുവരവിനാണ്. ഒന്നിനൊന്ന് മികച്ച മാന്ത്രികർ ആ മഞ്ഞപ്പടയിലുണ്ടായിരിക്കാം. പക്ഷേ കോടിക്കണക്കിന് വരുന്ന ആ കാൽപന്ത് നെഞ്ചകങ്ങളെ ഒരേപോലെ ആനന്ദിപ്പിക്കാൻ, ആവേശത്തിന്റെ കൊടിമുടി കായ്ക്കാൻ ഒരൊറ്റ പേരേയുള്ളൂ. അത് അയാളുടെ തിരിച്ചുവരവാണ്. കിരീടമില്ലാത്ത രാജാവായി സഹനത്തിന്റെ ഉപ്പുപാടങ്ങൾ അനവധി താണ്ടി അയാളിതാ ഇനിയൊരു ലോക പോരാട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. വിധിയുടെ ക്രൂരതകൾക്ക് മുന്നിൽ അത്രമേൽ തളർന്നിട്ടും വീഴാത്ത ആ സുൽത്താൻ ഇനിയെങ്കിലും ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടണം. അത് കാണാൻ കാത്തിരിക്കുകയാണ് കായിക ലോകം. നെയ്മർ ജൂനിയർ വെറും 17-ാം വയസ്സിൽ കാൽപന്തിന്റെ മണ്ണിലേക്ക് അയാൾ ഇറങ്ങുമ്പോൾ അതൊരു വിസ്മയത്തിന്റെ തുടക്കമായിരുന്നു. സാന്റോസിന്റെ ജേഴ്സിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രം, കോപ്പ ലിബർട്ടഡോസ് ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ. പിന്നീട് ബാഴ്സലോണയുടെ സ്വപ്ന കൂട്ടുകെട്ടിൽ ലാലിഗയും സ്പാനിഷ് സൂപ്പർ കപ്പും ലോക കിരീടവും. PSG-യിൽ അയാൾക്ക് നേടാവുന്നതെല്ലാം അയാൾ സ്വന്തമാക്കി. കനകത്തുണികളിലഞ്ഞ ബ്രസീലിനായി 2013 ഫിഫ കോൺഫെഡറേഷൻ കപ്പും 2014 ഒളിമ്പിക് സ്വർണവും ആ കൈകളിൽ ഭദ്രമായിരുന്നു. 128 മത്സരങ്ങളിൽ നിന്ന് 79 ഗോൾ അടിച്ചുകൂട്ടി പെലെയെ പോലും മറികടന്ന രാജകുമാരൻ. പക്ഷേ ആ കരിയറിന്റെ തിളക്കങ്ങൾക്കിടയിലും ഒരു ലോക കിരീടമെന്ന സ്വപ്നം മാത്രം ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ്. പരിക്കുകളുടെ പേരിൽ, വീഴ്ചകളുടെ പേരിൽ ഈ ലോകം അയാളെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. കാറ്റടിച്ചാൽ വീഴുന്നവനെന്ന് വിളിച്ച് പലരും അട്ടഹസിച്ചു. പക്ഷെ അവരൊന്നും കണ്ടില്ല. കാലിൽ പന്തെത്തുമ്പോൾ കായിക ലോകത്തിന്റെ മാന്ത്രികത മുഴുവൻ ആ കാൽവിരലുകളിലേക്ക് ആവാഹിക്കുന്ന ആ കവിതയെ. അയാളുടെ വേഗതയും വലകുലുക്കാനുള്ള അസാധ്യമായ കഴിവും മൈതാനത്ത് പടരുമ്പോൾ ഭയന്നത് എതിരാളികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാളെ തടയാൻ അവർ പരിക്കേൽപ്പിക്കുക എന്ന ക്രൂരമായ ആയുധം പുറത്തെടുത്തത്. കാൽപന്ത് കളിക്കായി സ്വന്തം ജീവിതം തന്നെ ഹോമിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ ഈ പരിഹസിക്കുന്നത്. 2014 ആ കറുത്ത ദിനം ആർക്കാണ് മറക്കാൻ കഴിയുക? കൊളംബിയൻ ഡിഫൻഡർ യുടെ ആ മാരകമായ ഫൗൾ, നെയ്മറുടെ നട്ടലിനേറ്റ് ആ ക്ഷതം തകർത്തത് ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ ദീർഘമായൊരു ഇടവേളയിലേക്ക് വിധി അയാളെ തള്ളിവിട്ടു. ദുരന്തങ്ങൾ അവിടെയും തീർന്നില്ല. PSG-ലായിരിക്കെ 2018 മുതൽ 2023 വരെ വലങ്കാലിലെ കാൽക്കുഴയും ലിഗ്മെന്റുകളും തകർന്നു പോയി. ഒടുവിൽ 2023 ഇടത്തെ കാൽമുട്ടിലെ ACL മെനിസ്കസ് പൊട്ടലുകൾ. ഒരു കളിക്കാരന്റെ കരിയർ തന്നെ അവസാനിച്ചു എന്ന് ലോകം കരുതിയ നിമിഷങ്ങൾ. പ്രതിഭയുണ്ടായിട്ടും ആവോളം സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും വിധിയുടെ ക്രൂര വിനോദങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഫിറ്റ്നസ് വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുമ്പോൾ ലോകകപ്പ് ടീമിൽ തന്റെ പേരുണ്ടെന്ന വാർത്ത കേട്ട് കുട്ടികളെ പോലെ വിങ്ങി പൊട്ടിക്കറിഞ്ഞ ആ മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. ആ കണ്ണീരിൽ ഫുട്ബോളിനോടുള്ള പ്രണയമുണ്ട്, അതിജീവനത്തിന്റെ കഥയുണ്ട്. ഇത് അയാളുടെ 4ാമത്തെ ലോകകപ്പാണ്. വിധി പലവട്ടം തോൽപ്പിച്ചിട്ടും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ അയാളിതാ വീണ്ടും വരുന്നു. ഈ ലോകകപ്പ് അയാൾക്ക് വേണം. കളിയഴകിന്റെ ആ സുൽത്താൻ അതിന് പൂർണ്ണമായും അർഹനാണ്. ഇത്തവണയെങ്കിലും ആ കണ്ണീര് സന്തോഷത്തിന്റേതാവട്ടെ, ആ കൈകളിൽ ലോക കിരീടം ഭദ്രമാവട്ടെ.